അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് വിസ്കോസിറ്റി എന്താണെന്നായിരുന്നു. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് മോഷൻ ഓഫ് ദ ഫ്ലൂയിഡ് അല്ലെ, ഫ്ലൂയിഡിന്റെ റിലേറ്റീവ് മോഷൻ ഓപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഷന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫ്രിക്ഷന്, നമ്മുടെ ലീനിയർ മോഷനിൽ ഫ്രിക്ഷന് അനലോഗസ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഫ്ലൂയിഡിന്റെ കേസിൽ വരുന്നത് വിസ്കോസിറ്റി. ആ പ്രോപ്പർട്ടി വിസ്കസ് ഫോഴ്സ്, ആ പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ വിസ്കോസിറ്റി ഉണ്ടാകുന്നത് ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ലിക്വിഡ് or fluid. It is coefficient of viscosity is the ratio of stress divided by strain rate, which is equal to FL divided by AV. Coefficient of viscosity യുടെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ ഒന്ന് പാസ്കൽ സെക്കൻഡ്, പാസ്കൽ സെക്കൻഡ് പോയിസ്യൂൾ, പിന്നെ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് മൈനസ് 2 അല്ലേ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. പിന്നെ എന്താ പഠിച്ചത്? വിസ്കോസിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? When temperature increases, viscosity decreases in the case of liquid, but in the case of gas it will increase. വിസ്കോസിറ്റി ഉണ്ടാവുന്നത് ഗ്യാസസിലെ പൊല്യൂഷൻ കാരണമാവും. പിന്നെ ലിക്വിഡ്സിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു ആൻഡ് വിസ്കോസിറ്റി കുറയുന്നു. പിന്നെ പഠിച്ചത് സ്റ്റോക്സ് ലോ. എന്താണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്? The viscous force acting between the layers of liquid or layers of fluid is directly proportional to coefficient of viscosity, പിന്നെ velocity of flow of the fluid, then radius of the tube in which the fluid is moving. So which is equal to F is equal to 6 pi eta r. F is equal to 6 pi eta r. ആ ഇക്വേഷൻ പഠിക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ ഒരു സ്ഫിയറോ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ബോഡി താഴേക്ക് വരുമ്പോൾ at a particular point what happens, weight would be balanced by the thrust, upward thrust, പിന്നെ അതുപോലെ തന്നെ വിസ്കസ് ഫോഴ്സ്. അപ്പോൾ വിസ്കസ് ഫോഴ്സും അപ്വേർഡ് ത്രസ്റ്റും എന്തിനോട് ഈക്വൽ ആവും? വെയിറ്റിനോട് ഈക്വൽ ആവുമ്പോഴത്തേനും the body will move with a constant velocity and that velocity is called the terminal velocity. Terminal velocity derivation, after the derivation will be equal to 2 by 9 r square g rho minus sigma by meter. Rho എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെൻസിറ്റി. എന്തിന്റെ ഡെൻസിറ്റി? സ്ഫെറിക്കൽ ബോഡിയുടെ ഡെൻസിറ്റി. സിഗ്മ എന്ന് പറയുന്നതോ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി. അത് പറഞ്ഞു, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി, മറ്റേത് ബോഡിയുടെ ഡെൻസിറ്റി. പിന്നെ എന്താ പഠിച്ചത്? സ്ട്രീം ലൈനും ടർബുലൻറ്റും എന്താണ്? സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ പോകുന്ന ആളുടെ അതേ പാത്ത് തന്നെ പുറകെ പോകുന്ന ആള് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആൻഡ് അറ്റ് ദ സെയിം പോയിന്റ് ദേ ഹാവ് ദ സെയിം വെലോസിറ്റി ആൻഡ് ദീസ് 3 points the velocity may or may not be the same. അല്ലെ, എ ബി സി എന്ന് പറയുന്നത് ഞാൻ വരച്ച് കാണിച്ചായിരുന്നു. ഇപ്പൊ എയിലും ബിയിലും സിയിലും ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ V1, ഇവിടെ V2, ഇത് V3. അപ്പൊ ഇവിടെ എത്തുമ്പോൾ at this point എ എന്ന് പറയുന്ന പോയിന്റില് the particle would have velocity V1 അല്ലെ. ഈ പോയിന്റിൽ V2, ഇവിടെയാണെങ്കിൽ V2. ഈ V1 V2 V3 സെയിം ആവാതിരിക്കണം, അത് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ആ വെലോസിറ്റി എന്തായിരിക്കണം? V1 ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോയിൽ നമ്മൾ എന്ത് പറയും? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. അതായത് ഒരു ഓർഡർ ആയിട്ടാണ് പോകുന്നത്. പ്രിസീഡിംഗ് പാർട്ടികൾ പോകുന്ന അതേപോലെ തന്നെയാണ് അതിൻ്റെ അത് കഴിഞ്ഞ് വരുന്ന പാർട്ടികൾസ് എല്ലാം മൂവ് ചെയ്യുന്നത്. പിന്നെ എന്താ പഠിച്ചത്? പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീം ലൈൻ. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? 2 സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ at the point of intersection it would have 2 directions which is not possible. അല്ലേ, 2 സ്ട്രീം ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ എന്ത് ചെയ്യും? ഇതിന് 2 ഡയറക്ഷൻസ് കാണും. കാരണം ടാൻജന്റ് ഡ്രോൺ അറ്റ് ദ പോയിന്റ് would give the
ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ടാൻജന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പൊ ഈ പോയിന്റിൽ ഇതിന് രണ്ട് ഡയറക്ഷൻ പോസിബിൾ ആണ്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല രണ്ട് ഡയറക്ഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരിക്കലും സ്ട്രീം ലൈൻസ് എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടത്തില്ല അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യില്ല. പിന്നെ എന്താണ്, at a particular point of streamline, velocity of liquid is constant ആയിരിക്കും. Crowding of streamline represent faster flow of liquid. അല്ലെ, കൂടുതൽ ഫാസ്റ്റ് ആയിട്ടാണ് പോകണമെങ്കിൽ സ്ട്രീം ലൈൻസിന്റെ ലൈൻസ് കൂടുതലായിരിക്കും. പിന്നെ ടർബുലന്റ് എന്താണ്? ടർബുലന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു വെലോസിറ്റി പറയുന്നുണ്ട്, ക്രിട്ടിക്കൽ വെലോസിറ്റി, ആൻഡ് above critical velocity or if the velocity of the particles is greater than the critical velocity, what happen? The flow become turbulent. That means the flow become disordered ആവും, അറേഞ്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താണ്, വെലോസിറ്റി ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അപ്പൊ എന്ത് പറയും, the flow become turbulent. പിന്നെ നമ്മൾ പഠിച്ചത് ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ക്രിട്ടിക്കൽ വെലോസിറ്റി PR is equal to PR VC is equal to NR ഈറ്റ ഡിവൈഡ് ബൈ റോഡി. NR എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഈക്വേഷൻ ഒരു പേരുണ്ട്, റെയ്നോൾഡ്സ് ഫോർമുല. ഈ ഇക്വേഷൻ എന്താ പറയുന്നത്, റെയ്നോൾഡ്സ് ഫോർമുല. NR എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ. ആ റെയ്നോൾഡ്സ് നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? റെയ്നോൾഡ്സ് നമ്പർ വിൽ ഗിവ് ദ ഫ്ലോ ഈസ് ടർബുലന്റ് ഓർ സ്ട്രീം ലൈൻ. സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു നമ്പർ ആണ് എന്ത്, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. അടുത്തത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചായിരുന്നു. ഫോർ an incompressible non-viscous liquid, A1 V1 is equal to A2 V2 equal to a constant. ഇതാണ് എന്ത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഏരിയ ഇൻറ്റു വെലോസിറ്റി equal to area into velocity of the other side of the tube, that would be a constant. So that is equation of continuity. Okay, today in this class we are going to discuss Bernoulli's theorem. Very few important theorems and derivations. Bernoulli's theorem. First we will discuss the expression for Bernoulli's theorem, and then I will give you the definition or explanation of the theorem. So consider a tube like this. So let this area be A1, and the fluid is flowing with velocity V1. Let this point be B. Then this is another point B. Velocity of the fluid is V2. A2 is the area of cross section. After a time t എന്ന് പറയുന്ന സമയത്തിന് ശേഷം ഈ ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഭാഗം എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് ബി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യാണ്, ഫ്ലോ ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ബി എന്ന് പറയുന്നത് വേറൊരു പോയിന്റിലേക്ക് പോകും അല്ലെ, ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകും അല്ലെ. ഒരു സമയം കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും, ഇതിൽ ഈ ട്യൂബിലൂടെ എന്ത് ചെയ്യാണ്, ലിക്വിഡ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാണ്. So after a time t, what happened, B becomes B dash. ഇങ്ങനെ പോവല്ലേ. So after a time t, we are assuming that the position of the fluid is at the B dash, and the D dash is shifting to, D is shifting to D dash. So velocity area. So V2 A2. This one is V1 A1. Okay. So ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിക്കോ, ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് വരച്ചിട്ട്. This is an important derivation. ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു ഡെറിവേഷൻ ആണ്.
ഇതിന്റെ ആപ്ലിക്കേഷൻസും ഇത് പഠിച്ചാലാണ് ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കുറച്ച് വരണം കേട്ടോ ഏരിയ കൂടുതൽ. അതായത് ഡിഫറെന്റ് ഏരിയ ഉള്ള ഒരു ട്യൂബിലൂടെയാണ് ഫ്ലൂയിഡ് പോകുന്നത്. അത്രേ ഉള്ളൂ. ഡിഫറെന്റ് ഏരിയ ഉള്ള ട്യൂബിലൂടെയാണ് ഫ്ലൂയിഡ് പോകുന്നത്. Consider a fluid. Consider a fluid. Consider a fluid between B and D initially. Between B and D initially. Consider a fluid between B and D initially. B and D initially. B യിലും D യിലും ആണ് initially. കണ്ടോ? B ഇവിടെ. D ഇത്. And after a time T, the position is changing to B dash and D dash. V1 is the speed at B. V1 is the speed at B. V1 is the speed at B. And V2 is the speed at D. And V2 is the speed at D. So ഇവിടെ ഉണ്ടാവുന്ന പ്രഷറിന് let it be P1 and ഇവിടെയുള്ള പ്രഷറിന് let it be P2. So we are finding out the work done by pressure P1. P1 എന്ന് പറയുന്ന പ്രഷർ, അതായത് the pressure which is acting on the side B, ആ പ്രഷർ ചെയ്യുന്ന വർക്ക്. എന്താണ് വർക്ക് ഡൺ കാണാൻ ഇക്വേഷൻ? which is equal to force into displacement. which is equal to force എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിന് വരെ നമുക്ക് എന്ത് ചെയ്താം? the work done by the force exerted by the pressure P1 അല്ലേ? അപ്പോൾ ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം in terms of pressure? pressure equal to force by area. അങ്ങനെയാണ് ഫോഴ്സ് എന്താണ്? pressure into area. അപ്പോൾ work done by pressure P1 എന്ന് പറയുന്നത് force exerted by P1 into area, right? into displacement, right? because force into displacement. So instead of force we can write P1A1. P1A1 into displacement. Displacement is velocity equal to displacement by time. And here the velocity is V1. Isn't it? And the time taken by the fluid to cross V dash is T time. Right? So the displacement we can write it as V1 into T. V1 into T. So P1A1, P1T. Okay? Then similarly we write work done by pressure P2 equal to P2 A2 B2 T. So this is W1 and W1. This is W2. Work done by P2. That's work done by P1. Next we can write the W1 by W2. The difference in work done is equal to P1 A1 B1T minus P2 A2 B2T. P1 A1 B1T minus P2 A2 B2T. Okay, so a part of this work done. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? work done എന്ന് പറയുന്നത്. അല്ലെങ്കിൽ the difference in work. ഈ B dash D dash, അതായത് B എന്നുള്ളത് B dash, D എന്നുള്ളത് D dashലേക്ക് ഈ ഫ്ലൂയിഡും പോകുമ്പോൾ ചെയ്യുന്ന work done ആണ് എന്ത്? P1A1 B1T minus P2A2 B2T എന്ന് പറയുന്നത്. So a part of this work done is converting into kinetic energy, and a part of this work done is converting into the gravitational potential energy.
കാരണം ഇത് ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഹൈറ്റിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ഇപ്പൊ ചെയ്യുന്ന വർക്ക് ഡണിന്റെ കുറച്ച് ഭാഗം എന്തായിട്ട് മാറുന്നു, ഫ്ലൂയിഡ് മൂവ് ചെയ്യാണ്. So a part of this work done is converting into kinetic energy and a part of this work done is converting into potential energy also. അപ്പോൾ അതിന് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, what is the expression for kinetic energy and the expression for potential energy, and we are equating these three equations to get the total work done. So here you go. Kinetic energy increase in kinetic energy. എന്റെ എക്സ്പ്രഷൻ കൈനറ്റിക് എനർജിയുടെ ഹാഫ് എം വി സ്ക്വയർ ആണല്ലോ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് വെലോസിറ്റി എന്താവുന്നത്, ഇവിടെ v1 ആയിരുന്നു, ഇവിടെ ആണെങ്കിലോ v2 ആയിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം, ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ, ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ, which is also equal to half m into v2 square minus v1 square. Common എടുത്തിട്ട് half m into v2 square minus v1 square. A part of this work done is also converting into potential energy as well. So changing potential energy അല്ലെങ്കിൽ increase in potential energy equal to, how will you write, mg into h2 minus h1 അല്ലേ. ഹൈറ്റ് ഡിഫറൻസ് h2 മൈനസ് h1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ we can write h2 minus h1. Then total mechanical energy. എന്തിനാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി മീൻസ് kinetic energy plus potential energy. So half m v2 square minus v1 square plus mg into h2 minus h1. mg into h2 minus h1. Then according to work energy theorem, എന്താ പറയുന്നത്, work energy theorem from the previous lesson. According to work energy theorem, work done is equal to changing kinetic energy. അതാണ് ഞാൻ ചോദിച്ചത്. So ഇതല്ലേ work done expression. So we can equate these two, right? Work done is equal to changing kinetic energy according to work energy theorem. So here we go. According to work energy theorem. Work energy theorem. Work done is equal to changing kinetic energy. അപ്പോൾ നമ്മുടെ work done expression നമുക്ക് P1 A1 V1 T minus P2 A2 V2 T equal to half m V2 square minus V1 square plus mg into h2 minus h1. എത്തിക്കരുത്. So ഇതിലേക്ക് ഈ ഇക്വേഷൻ നമ്പർ, ഇതിനൊക്കെ ഒരു ഇക്വേഷൻ കൊടുക്കട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, ഇതിനെ 2 കൊടുത്തോ, ഇത് 3 കൊടുത്തോ, ഇത് 4 കൊടുത്തോ. ഓക്കെ, തീരം വെച്ചിട്ട് അറിയാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ഈ v1 വരുന്ന ടേംസ് എല്ലാം ഒരു സൈഡിലും 2 വരുന്ന ടേംസ് എല്ലാം റൈറ്റ് സൈഡിലുമായിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും, P1 A1 V1 T അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. Assume the fluid is incompressible. Assume the fluid is incompressible.
നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ് ഇക്വേഷൻ കണ്ടിന്യൂറ്റി? A1 B1 ടിയും കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഇന്ന ടൈം ടി എന്നാണ്. സോ A1 B1 T is equal to A2 B2 T equal to a constant. അപ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ A1 B1 T is equal to A2 B2 T is equal to, we can take it to be mass by density. Mass by density എന്ന് വെച്ചാൽ എന്താ? Volume. Okay. So A1 B1 T, that is the volume of the liquid. The volume of the liquid entering the point. നമ്മൾ ട്യൂബ് കണ്ടില്ലേ, ഈ ട്യൂബില് ഇവിടെ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വോളിയം തന്നെയാണ് ഇവിടെ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വോളിയം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വോളിയം തന്നെയാണ് ഇവിടെ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വോളിയം. അതുകൊണ്ടാണ് A1 B1 T is equal to A2 B2 T. വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യാണ്, we can use this theorem, equation of continuity in the case of incompressible fluids. Incompressible fluids ആണെങ്കിലാണ് നമുക്ക് equation of continuity യൂസ് ചെയ്യാൻ പറ്റുന്നത്. That means the volume of the fluid entering the tube is equal to volume of the fluid leaving the tube. So volume is equal to mass by density. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തായിട്ട് എഴുതിയത്? മാസ് ബൈ ഡെൻസിറ്റി എന്നുള്ള ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്തത്. ഇനി അത് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ P1 A1 B1 Tക്ക് പകരം P1 M by rho എന്ന് എഴുതാലോ. ബിക്കോസ് A1 B1 T ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി മൈനസ് P2 ഇൻറ്റു A2 B2 Tക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? M by rho എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് M V2 സ്ക്വയർ minus V1 square plus mg H2 minus H1. അപ്പോൾ കുറച്ചുകൂടി ഇക്വേഷൻ നമുക്ക് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. P1 എല്ലാം ഒരു സ്ഥലത്തേക്ക്, P2 എല്ലാം ഒരു സ്ഥലത്തേക്ക്. M എല്ലായിടത്തും ഉണ്ടല്ലേ, M ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് M ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ എഴുതാം? P1 by rho അല്ലെ, M ക്യാൻസൽ ചെയ്യാലോ എല്ലാത്തിലും. P1 by rho. പിന്നെ എങ്ങനെ എഴുതാം? P1 by rho ആദ്യം ഇത് അതേപോലെ തന്നെ ഒന്ന് എഴുതിയിട്ട് P2 divided by rho is equal to half V2 square ഇത് കൂടെ ശരിയാണോ? ശരിയാണോ? അകത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് P1 by rho പ്ലസ് ഹാഫ് V1 സ്ക്വയർ പ്ലസ് GH1 is equal to P2 by rho plus half V2 square plus GH2. മൈനസ് ടേംസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. ഇതെല്ലാം B plus GH1 plus half V1 square. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ P2 by rho plus half V2 square plus GH2. ഓക്കെ, അപ്പൊ നോക്കിക്കേ, P1 by rho plus half V1 square plus GH1 is equal to P2 by rho plus half V2 square plus GH2. അപ്പൊ V1 V2 അല്ലെങ്കിൽ H1 P1 എന്നൊക്കെ പറയുന്നത് ആ ട്യൂബിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ ഉള്ള ടേംസ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാലോ ലീവ് ചെയ്യുമ്പോൾ. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് വൺ എന്ന് പറയുമ്പോൾ എന്താ? ഇത് ഈക്വൽ ടു ഇതെന്ന് പറയുമ്പോൾ എന്താ? ദിസ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു എ കോൺസ്റ്റന്റ് അല്ലെ. ഇത് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഇക്വേറ്റ് ദിസ് ടേം ടു എ കോൺസ്റ്റന്റ്, റൈറ്റ്? നമുക്ക് അടുത്ത സ്റ്റെപ്പില് reaching the final expression of Bernoulli's theorem. P1 by rho
നിങ്ങൾക്ക് P by rho എന്ന് എഴുതാം. Generally P by rho plus half V square plus GH, half V square plus GH equal to constant. Equal to constant. This is എന്താണ് Bernoulli's equation. Bernoulli's ഇതാണ് എന്ത് P by rho plus half V square plus GH is equal to പിന്നെ കുറച്ച് മോഡിഫിക്കേഷൻ ഒരു ഇതും കൂടി ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷന് കംപ്ലീറ്റ് ആയിട്ട് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എല്ലാം അതായത് മൾട്ടിപ്ലൈയിങ് ദിസ് ഇക്വേഷൻ മൾട്ടിപ്ലൈയിങ് ബൈ റോ മൾട്ടിപ്ലൈയിങ് ബൈ റോ. അപ്പൊ എന്ത് വരും? ഇവിടെ എന്താ ഇൻറ്റു റോ ചെയ്യുമ്പോൾ ഈ റോയും ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഏതാണോ റോ വി സ്ക്വയർ പ്ലസ് നമ്മൾ സാധാരണ റോ ജി എച്ച് എന്നല്ലേ പറയാം. റോ ജി എച്ച് ഈക്വൽ ടു പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട് ബെർണോളിസ് തിയറത്തിന്റെ. For the streamlined flow of an ideal fluid, for the streamlined flow of an ideal fluid, for the streamlined flow of an ideal fluid, in bracket, non-viscous and incompressible, non-viscous and incompressible, the sum of pressure energy, the sum of pressure energy, the sum of pressure energy, kinetic energy, the sum of pressure energy, kinetic energy, പിന്നെ എന്താണ് potential energy per unit mass is always constant, is always constant, is always constant. അപ്പോൾ ബെർണോളിസ് തിയറത്തിന്റെ ലാസ്റ്റ് ഇക്വേഷനും ഈ സ്റ്റേറ്റ്മെന്റും 1 മിനിറ്റ് ടൈം തരാം, വേഗം പഠിച്ചു എല്ലാവരോടും ചോദിക്കാം. ബെർണോളിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും ലാസ്റ്റ് ഇക്വേഷനും P plus half rho square plus. For the streamlined flow of an ideal fluid, non-viscous and incompressible, ലാസ്റ്റ് ഇക്വേഷനും പിന്നെ ഈ സ്റ്റേറ്റ്മെന്റും മാത്രം. എന്താണ് ബെർണോളിസ് തിയറം? ഇത് പഠിച്ചോ. ഇതിനെ തന്നെ റോണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു. For the streamlined flow of an ideal fluid, bracket non-viscous and incompressible, non-viscous and incompressible, the sum of the pressure energy, the sum of the pressure energy, kinetic energy, pressure energy, kinetic energy and potential energy per unit mass, and potential energy per unit mass is always constant, is always constant, is always constant. അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സ്റ്റേറ്റ് ബെർണോളിസ് തിയറം. സ്റ്റേറ്റ് ബെർണോളിസ് തിയറം മീൻസ് ഈ സ്റ്റേറ്റ്മെന്റ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ. ഡെറിവേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ഏതെങ്കിലും സ്റ്റേറ്റ് എളുപ്പമല്ലേ ഡെറിവേഷൻ? വേഗം പഠിച്ചു. 1 മിനിറ്റേ ഉള്ളൂ. അധിക സമയമൊന്നുമില്ല. നിങ്ങളല്ലേ പഠിക്കില്ല എന്ന് ഓർത്തതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പറയുന്നത്. Sum of pressure energy, potential energy, kinetic energy is always a constant.
അടുത്ത ദിവസം റിവിഷന്റെ ടൈമില്ലേ 4:30 to 5. ഇതായിരിക്കും ഞാൻ എഴുതിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ബെർണോളിസ് തിയറം, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ബെർണോളിസ് തിയറം. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ വന്നിരുന്ന് പഠിച്ചോളൂ. അടുത്ത ക്ലാസ് മൺഡേ അല്ലേ? ആ, പൂജ കഴിഞ്ഞ് എന്നാണ് ഇനി അടുത്ത ക്ലാസ്? അന്ന്. പറഞ്ഞോ. ഇവിടെ പേരെന്തായിരുന്നു? അഭിറാം പറഞ്ഞു. The sum of pressure energy, kinetic energy, potential energy is constant. സഞ്ജയ്, എക്സ്പ്രഷൻ എന്താ? Rho plus pressure. C plus half rho V square plus rho GH. Statement. Streamline flow of an ideal fluid, non-viscous and incompressible. The sum of pressure energy, potential energy, and kinetic energy Is always. is always It's always in the constant per Constant. unit. for unit mass is always a constant. ഇത് പറയാം, ഇക്വേഷൻ പറ. V plus half rho V square plus rho G. ഈക്വൽ ടു, അത് കംപ്ലീറ്റ് പറയാം, അത് അല്ലാതെ Equal to constant. സ്റ്റേറ്റ്മെന്റ്. For the streamline flow of a fluid which is non-viscous and incompressible, the sum of potential energy, kinetic energy, and pressure energy per unit mass is equal to ഇക്വേഷൻ മറ്റേ equation ഏതെങ്കിലും ഒരെണ്ണം പറയാം. rho plus half V square Ah. plus GH is equal to constant. അവിടെ സ്റ്റേറ്റ്മെന്റ്. For the streamline flow of an ideal body, non-viscous sum of potential energy, pressure energy, kinetic energy per unit mass area is always a constant. മാസ് ഏരിയ യൂണിറ്റ് മാസ് എന്നേ ഉള്ളൂ, Unit mass is always ആവശ്യമില്ലാത്ത പറയണ്ട. ഓക്കെ, അടുത്തത് ഹെഡിങ് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ, സ്പീഡ് ഓഫ് എഫ്ലക്സ്. സ്പീഡ് ഓഫ് എഫ്ലക്സ് അതല്ലെങ്കിൽ ടോറിസെല്ലീസ് ലോ എന്ന് പറയാം. ടോറിസെല്ലീസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ എഫ്ലക്സ്? എഫ്ലക്സ് മീൻസ് ഔട്ട്ഫ്ലോ എന്നാണ് അർത്ഥം. ഔട്ട്ഫ്ലോ ഒരു വലിയ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ വലിയ ടാങ്കിന്റെ ബോട്ടം പാർട്ടിലായിട്ട് അല്ലെങ്കിൽ ബോട്ടം പാർട്ടിന്റെ അടുത്തായിട്ട് ഒരു ഹോള്. അപ്പൊ എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ഉണ്ട് ഇതിനകത്ത്, അല്ലേ? ലിക്വിഡ് ഉണ്ട്. എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ഇതിലും കൂടി എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും, അല്ലേ? അതിന്റെ സ്പീഡ് യൂസിങ് ബെർണോളിസ് തിയറം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഇവിടെ മാർക്ക് ചെയ്തോളാം. ഇത് ഈ എഫ്ലക്സ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ വന്നിരിക്കുന്നത് ഇതിന്റെ ഹൈറ്റ് h ഡാഷ്. ഇനി മോളിൽ നിന്ന് സർഫസിൽ നിന്ന് ഇങ്ങോട്ട് വരെയുള്ള ഹൈറ്റ് h ആയിട്ട് എടുക്കും. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എത്ര വെച്ചോളൂ. ഇതിൽ കൂടിയുള്ള വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് v ആയിട്ട് കൊടുക്കും. v is the velocity of the fluid to the fx. So we can apply what Bernoulli's theorem. Applying Bernoulli's theorem. എന്താണ് ബെർണോളിസ് തിയറം പറഞ്ഞ? പി വെച്ചിട്ടുള്ള ഇക്വേഷൻ പറയാം. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോളിസ് തിയറം പറയുന്നത്.
So applying Bernoulli's theorem in this condition, I mean, to find the speed of the outflow of fluid. Fluid in the outflow speed determine ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Bernoulli's theorem apply ചെയ്യാം. Applying Bernoulli's theorem, we can write P plus rho G H dash plus half rho V square equal to P plus rho G H. Rho G H plus 0. എന്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഔട്ട്ഫ്ലോ അതായത് ഈ ഓപ്പണിംഗ് വന്നിരിക്കുന്നത് എച്ച് ഡാഷ് ഹൈറ്റിലാണ് ഫ്രം ദ ബോട്ടം. ബോട്ടത്തിൽ നിന്ന് എച്ച് ഡാഷ് ഹൈറ്റിലാണ് ഈ എഫ്ലക്സ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ കേസിൽ അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാണ്. സോ പി പ്ലസ് റോ ജി എച്ചിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, എച്ച് ഡാഷ് കൊടുക്കണം. സോ റോ ജി എച്ച് ഡാഷ് പ്ലസ് ഹാഫ് റോ വി ഈസ് ദ സ്പീഡ് ഓഫ് ദ ഔട്ട്ഫ്ലോ, അതുകൊണ്ട് ഹാഫ് റോ വി സ്ക്വയർ എന്ന് തന്നെ വരും, ഈസ് ഈക്വൽ ടു. ഇനി ഈ സർഫസിൽ നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ബെർണോളിസ് തിയറം. അല്ലെങ്കിൽ എന്താ, ടോട്ടൽ എനർജി അല്ലെങ്കിൽ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയുടെ സം ഇവിടെ ഉള്ളത് തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ സർഫസിൽ നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ പി പ്ലസ് റോ ജി എച്ച്, കാരണം ഹൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്ലസ് 0 കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ ബോട്ടം സർഫസ് ഒരു വലിയൊരു ടാങ്കില് ആ ബോട്ടം പാർട്ടിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെലോസിറ്റിയിൽ വ്യത്യാസം വരും. ഒരു വലിയ ടാങ്ക്, അതിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഒരു ചെറിയ ഹോൾ. അപ്പൊ ഈ ഭാഗത്തുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ കൂടി കുറച്ച് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലാതെ ഇതിന്റെ ഈ സർഫസിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. കാരണം അവിടെ ഇതിനൊരു ഔട്ട്ഫ്ലോ ഇവിടെ വന്നതുകൊണ്ട് ഈ ഭാഗത്തുള്ള ഫ്ലൂയിഡിന്റെ വെലോസിറ്റിക്ക് മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ വെലോസിറ്റി നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 0 എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? സോ പി പ്ലസ് റോ ജി എച്ച് ഡാഷ് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈക്വൽ ടു പി പ്ലസ് റോ ജി എച്ച് ക്യാപിറ്റൽ ലെറ്റർ എച്ച് പ്ലസ് 0. നമ്മൾ ചെയ്യണത് ഓക്കെ, രണ്ട് സൈഡിൽ എന്തുണ്ട്, പി ഉണ്ടല്ലോ, പി ക്യാൻസൽ ചെയ്യാലോ. ഈ പിയും ഈ പിയും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി നമുക്ക് എന്താ ഉള്ള, റോ ജി എച്ച് ഡാഷ് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ. കാര്യം ചെയ്യാം, റോ വി സ്ക്വയറിന് ഇവിടെ നിർത്താം, പിന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. റോ വി സ്ക്വയറിന് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഹാഫ് റോ വി സ്ക്വയർ ഈക്വൽ ടു റോ ജി എച്ച് മൈനസ് റോ ജി എച്ച്. എഴുതാമല്ലോ, ഇത് മൈനസ് അവിടെ നമുക്ക് എന്താണ്, റോ നമുക്ക് ഇതിലും എല്ലായിടത്തും ഉള്ളതുകൊണ്ട് റോ ക്യാൻ ബി ക്യാൻസൽ. എന്ത് വരും, ഹാഫ് വി സ്ക്വയർ ഈക്വൽ ടു ജി ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഡാഷ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു വാട്ട് ഈസ് എച്ച് മൈനസ് എച്ച് ഡാഷ് ഈക്വൽ ടു എച്ച്. ഇവിടെ നമുക്ക് ജി എച്ച് എന്ന് കൊടുക്കും. V square is equal to 2gh. V is equal to root 2gh. Okay? ഇതാണ് എന്ത്, ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് ദ എഫ്ലക്സ്. എഫ്ലക്സിന്റെ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോയുടെ വെലോസിറ്റി ആണ് എന്ത്, √2gh. നിങ്ങളൊരു കാര്യം ആലോചിച്ചേ, ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ അനുസരിച്ച് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ
മൈനസ് 2g h എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. മൈനസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താഴേക്ക് വരുന്ന ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വുഡ് ബി നെഗറ്റീവ്. അപ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിലോ v² is equal to, അല്ല ഇവിടെ മൈനസ് അല്ലല്ലോ പിള്ളേരെ വരുന്ന, പ്ലസ് തന്നെയല്ലേ വരിക താഴേക്ക് വരുമ്പോൾ. മുകളിലേക്ക് പോകുമ്പോഴല്ലേ മൈനസ് വരും, മുകളിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ v² equal to 2gh എന്ന് വരും. v എന്ന് പറയുന്നത് √2gh എന്ന് വരും. അതായത് ഒരു ബോഡി താഴേക്ക് വരുമ്പോഴുള്ള വെലോസിറ്റിയും ഫ്ലക്സിലൂടെ പുറത്തേക്ക് വരുന്ന ഔട്ട്ഫ്ലോയുടെ വെലോസിറ്റിയും സെയിം തന്നെയാണ്. അതാണ് നമ്മുടെ ടോറിസെല്ലിയുടെ ലോ പറയുന്നത്. ടോറിസെല്ലി ആ ഒരു കാര്യമാണ് കണ്ടുപിടിച്ചത്. And that is called Torricelli's law. Clear? അപ്പൊ ഇതൊന്ന് എഴുതിയിട്ട് v is equal to √2gh. ടോറിസെല്ലിയുടെ അപ്പൊ എഴുതിക്കോ. The velocity of efflux of a liquid, the velocity of efflux എന്ന് വെച്ചാൽ എന്താണെന്നാ പറഞ്ഞത്? ഔട്ട്ഫ്ലോ. ഫ്ലൂയിഡ് ഔട്ട്ഫ്ലോനെയാണ് efflux എന്ന് പറയുന്നത്. So the velocity of efflux of a liquid is equal to the velocity of efflux of a liquid is equal to the velocity acquired by the body in falling freely from the free surface of the liquid. This is known as Torricelli's law. So that's the first application of Bernoulli's theorem. എന്തായിരുന്നു? സ്പീഡ് ഓഫ് efflux അല്ലെങ്കിൽ ടോറിസെല്ലിസ് ലോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റിയും effluxന്റെ വെലോസിറ്റിയും സെയിം തന്നെയാണ്. അതാണ് ടോറിസെല്ലിസ് ലോ. അടുത്തത് വെഞ്ചുറി മീറ്റർ. സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിന് ഒത്തിരി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. വെഞ്ചുറി മീറ്റർ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുക. അതിൻ്റെ തിയറം അല്ലെങ്കിൽ അത് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബ്ലഡ് ഫ്ലോയുടെ ഒക്കെ വെലോസിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, ബ്ലോക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇപ്പം എന്താണ് വെഞ്ചുറി മീറ്റർ എന്നായിരിക്കും? യൂസ്ഡ് ടു മെഷർ വെഞ്ചുറി മീറ്റർ എന്താണ്? യൂസ്ഡ് ടു മെഷർ ഫ്ലോ ഓഫ് used to measure speed of flow ennaanu. Speed of flow of incompressible fluid. It consists of a tube. It consists of a tube with broad diameter and a small constriction at middle. So it consists of a broad tube having a broad diameter and a small constriction at middle. Small constriction at the middle. It consists of a tube with a broad diameter and a small constriction at middle. A manometer is attached to it.
A manometer is attached to it. A manometer is attached. Manometer. Manometer. Manometer is attached to it. The manometer contains a liquid of density. The manometer contains a liquid of density rho m. M stands for manometer. Manometer ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ എം ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ പിക്ചർ വരുന്നത് ഇങ്ങനെ ഒരു ബ്രോഡ് ഡയമീറ്റർ ഉള്ള ഒരു ട്യൂബും പിന്നെ മിഡിലിൽ വരുമ്പോൾ ഒരു എന്ത് കൺസ്ട്രിക്ഷൻ, ഇതാണ് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രിക്ഷൻ. അതായത് മിഡിൽ വരുമ്പോഴത്തേനും ഇപ്പൊ ഈ തെർമോമീറ്ററിലൊക്കെ ഉണ്ട് ഒരു കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡിന്റെ ആ ചെറിയ നാനോ കാപ്പിലറി ട്യൂബ് വരെ അതാണ് ഈ ഉദ്ദേശിക്കുന്ന കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാനോമീറ്റർ ഉണ്ടാവും. അനദർ ട്യൂബ്. ഇതിലൊരു എന്തുണ്ടാവും, ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. അതിന്റെ ഡെൻസിറ്റി റോ എം ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡയഗ്രാം വരുന്നത്. മനസ്സിലോട്ടോ. ഇവിടെ വെലോസിറ്റി മാർക്ക് ചെയ്യാം. v1 വെലോസിറ്റി. ഇവിടെ വരുമ്പോഴത്തേനും അതിന്റെ വെലോസിറ്റി v2 ആയിട്ട് മാറാണ്. v2 ആ കൺസ്ട്രക്ഷന്റെ അവിടെ വെലോസിറ്റി v2 ആണ്. v1 ആൻഡ് v2 വെലോസിറ്റി. v1 ആൻഡ് v2 വെലോസിറ്റി. ഇതിന്റെ ഏരിയ എ ആയിട്ടും ഇവിടെ അതിന്റെ ഏരിയ സ്മോൾ എ ആയിട്ട് എടുക്കാം. സോ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഫ്രം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി you can write equation of, because this is an incompressible liquid എന്ന് പറയുന്നത്. So we can apply the equation of continuity here. From equation of continuity, a into v1 is equal to a into v2. ഇവിടുത്തെ ഏരിയ എ ആണ്. വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് v1. ഇവിടുത്തെ ഏരിയ സ്മോൾ എ ആണ്. വെലോസിറ്റി ഈസ് v2. ആൻഡ് ഫ്രം ദിസ് v2 is equal to, v2 ന്റെ എക്സ്പ്രഷൻ ഇതിനകത്ത് എഴുതുവാണ്. എങ്ങനെ എഴുതാം? a divided by a into v1 അല്ലെ. v2 is equal to a by a into v1. നേരത്തെ ചെയ്ത പോലെ തന്നെ we can apply using Bernoulli's theorem. Using Bernoulli's theorem, using Bernoulli's theorem we can write P plus, എന്താണ് Bernoulli's theorem? P plus half rho v square plus rho gh equal to the constant. എന്താണ് Bernoulli's theorem? P plus half rho v square plus rho gh equal to a constant. ഇവിടെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ Bernoulli's theorem അപ്ലൈ ചെയ്യാണ്. സോ വി ഗെറ്റ്, ഇതിന്റെ ഈ ട്യൂബിനകത്ത് ഈ എന്താ കൈനറ്റിക് എനർജി ഈസ് ദേർ ബട്ട് പൊട്ടൻഷ്യൽ എനർജി ഈസ് നോട്ട് ദേർ. കാരണം നേരത്തെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ Bernoulli's theorem നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഹൈറ്റിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വിൽ ഹാവ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഭാഗം ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു ഹൊറിസോണ്ടൽ ട്യൂബ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിനെ വി നോ നീഡ് ടു കൺസിഡർ പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് എങ്ങനെ എഴുതാം? പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ, rho v square, rho v1 square എഴുതാം. ഫസ്റ്റ് ഇത് rho v1 square is equal to p p1 ഉം p2 plus half rho v2 square. എഴുതാമല്ലോ. p1 plus half rho v1 square
റോ ജി എച്ച് എടുക്കുന്നില്ല ബിക്കോസ് ഹൈറ്റിന് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എടുക്കുന്നില്ല എന്നുള്ളൂ. ഈക്വൽ ടു V2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. കാരണം ഇതൊരു ഹൊറിസോണ്ടൽ ട്യൂബാണ്, ഒരേ ഹൈറ്റിലുള്ള ട്യൂബാണ് എടുത്തേക്കുന്നത്. ഇനി ഈ ഇക്വേഷനിൽ V2ന്റെ പ്ലേസിൽ V2ന്റെ ഈ ഇക്വേഷൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. V2ന്റെ ഈ എക്സ്പ്രഷൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? ഇക്വേഷൻ എഴുതി നോക്കിയേ. P1 plus half rho V1 square equals P2 plus half rho V2 ന് പകരം A by A into V1. ഇനി അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സ്ക്വയർ കൊടുക്കണേന് കുഴപ്പമില്ലല്ലോ. V1 സ്ക്വയർ അല്ലെങ്കിൽ A by A into V1 the whole square. അങ്ങനെ വേണം. ഇനി നോക്കിയേ, P1 minus P2. ഈ P2 നെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. P1 minus P2 is equal to half into rho, അതായത് ഇത് അപ്പുറത്തേക്കും പോകും. ഹാഫ് ഇൻറ്റു റോ A by A സ്ക്വയർ V1 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ എന്ന് വരും. ഇത് അപ്പുറത്തേക്ക് വരും, which is equal to half rho V1 square. See, half rho V1 square is common. അത് പുറത്തേക്ക് എടുക്കുകയാണ്. Into A by A whole square minus 1. അല്ലേ? 1 അല്ലേ വരും? Half rho V1 square into A by A the whole square minus 1. ഇവിടെ നിന്ന് കോമൺ എടുക്കും. ഇനി P1 മൈനസ് P2 ഇവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ പ്രഷർ ആ ഡയഗ്രത്തിൽ ഒരു മാനോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് മാനോമീറ്ററിൽ ലിക്വിഡ് തന്നിട്ടുണ്ട്. ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോയം ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് അനുസരിച്ച് മാനോമീറ്ററിന്റെ ഉള്ളിലുള്ള ലിക്വിഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഹൈറ്റ് അറ്റൈൻ ചെയ്യും. പ്രഷർ ഡിഫറൻസ് അനുസരിച്ച് മാനോമീറ്ററിന്റെ ഉള്ളിലുള്ള ലിക്വിഡ് ഹാവിംഗ് ഡെൻസിറ്റി റോയം വിൽ അറ്റൈൻ എ പെർട്ടിക്കുലർ ഹൈറ്റ് ഇൻസൈഡ് ദ ട്യൂബ്. അപ്പൊ നമുക്ക് P1 മൈനസ് P2 ന് ഇക്വേഷൻ എഴുതാം, which is equal to ρm GH. Ρm GH because ρm is the density of the liquid inside the manometer is equal to half into rho V1 square into A by A the whole square minus 1. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് V1 ന് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റുന്നു എഴുതാം. സോ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. 2 ρm GH equal to rho V1 square to A by A square minus 1. And after that we are writing an equation for V1 square. V1 square is equal to 2 ρm GH divided by 2 ρm GH divided by rho into A by A the whole square minus 1. A by A the whole square minus 1. Which is equal to, this implies V1 equal to എന്ത് വരും? റൂട്ട് എടുത്താൽ മതിയല്ലോ. സോ റൂട്ട് 2 ρm GH divided by ρm GH divided by എല്ലാം കൂടി ടെക്സ്റ്റിലുള്ള എക്സ്പ്രഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. റൂട്ട് ഇതില് റൂട്ട് 2 ρm GH divided by rho ഇങ്ങനെ എഴുതിയിട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് താഴെയാണിത്, അത് മുകളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? A by A the whole square minus 1 ന്റെ സ്ക്വയർ റൂട്ട്, അതായത് മൈനസ് ഹാഫ് ഇട്ടാൽ മതി.
ഈ ടേം മുകളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് ഹാഫ് കിട്ടാൻ മതിയല്ലോ. ഇതിന്റെ സ്ക്വയർ ഈ v1 സ്ക്വയർ ആണ് ഇത്. അപ്പൊ v1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ മൊത്തം ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് എടുക്കണം. ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് 2 റോയൽ GH ഡിവൈഡഡ് ബൈ റോ. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് a/a ഹോൾ സ്ക്വയർ മൈനസ് 1 റേസ് ടു ഹാഫ് എന്ന് വരും. അതിന്റെ മേലിൽ ന്യൂമറേറ്ററിലേക്ക് ആക്കുമ്പോൾ മൈനസ് ഹാഫ് കൊടുക്കണം. ഇങ്ങനെയാണ് ടെക്സ്റ്റിലെ v1 ന്റെ എക്സ്പ്രഷൻ കൊടുത്തത്. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ v1. എന്താണ് കട്ടിയായി പോകാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റോ എം, മാനോമീറ്ററിന്റെ ഉള്ളിലുള്ള ലിക്വിഡിന്റെയാണ്. റോ എം അതായത് മാസ് അല്ല കേട്ടോ, ഇത് മാനോമീറ്ററിന്റെ ഉള്ളിലുള്ള ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് റോ എം എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണെങ്കിലോ ബെഞ്ചിമീറ്ററിന്റെ ഉള്ളിലോ വലിയ ട്യൂബില്ലേ അതിൽ കൂടി പോകുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് റോ. രണ്ടും വ്യത്യാസമാണ്. അടുത്ത ആപ്ലിക്കേഷൻ ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ബ്ലഡ് ഫ്ലോയും ഹാർട്ട് അറ്റാക്കും. അത് ബെർണോളിസ് ആപ്ലിക്കേഷൻ വഴി നമുക്ക്, അല്ലെങ്കിൽ ബെർണോളിസ് തിയറം വഴി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തൊരു ബ്ലോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏരിയ കുറയും. ഏരിയ കുറയുമ്പോഴത്തേനും വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും, പ്രഷർ കുറയും. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പൊ ഈ ഭാഗത്ത് പ്രഷർ കുറയുമ്പോൾ പുറത്തുള്ള പ്രഷർ കൂടുതലും അകത്തുള്ള പ്രഷർ കുറവായിരിക്കും. അപ്പൊ പ്രഷർ കൂടുതലിൽ നിന്ന് കുറവിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, വീണ്ടും ഇവിടുത്തെ ഏരിയ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. വീണ്ടും ഏരിയ കുറയുമ്പോൾ അഗെയിൻ ദ സ്പീഡ് ഓഫ് ഫ്ലോ വിൽ ഇൻക്രീസ്. വീണ്ടും എന്ത് തന്നെ വരും, ഇത് തന്നെ സംഭവിക്കും. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യും, ബ്ലഡ് തട്ടിപ്പോകും. ഇത്ര പെട്ടെന്ന് ഞാൻ പറയുന്നു വിചാരിച്ചിട്ട്. അടുത്തത് അതൊന്ന് എഴുതി വെച്ചു, ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക്. എങ്ങാനും വല്ല ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ we need to explain on the basis of Bernoullis theorem. So this is based on Bernoullis, അല്ലെങ്കിൽ this is the application of Bernoullis theorem എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിട്ട് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. This can be explained in terms of Bernoullis application. Next one, dynamic lift. ഫോണില്ലേ ചെല്ല അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കും. ഓക്കെ, അടുത്തത് ഡൈനാമിക് ലിഫ്റ്റ്. എന്താണ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് എഴുതുക. It is the force that acts on a body. Dynamic lift means it is the force acts on the body. എഴുതുന്നുണ്ടോ? ഇല്ല, അമ്മ എഴുതുന്നു. It is the force that acts on a body. ഡൈനാമിക് അല്ല, ഡൈനാമിക് ലിഫ്റ്റ്. അടുത്തത് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്, അതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഡൈനാമിക് ലിഫ്റ്റ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഡൈനാമിക് ലിഫ്റ്റ്. ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? What is the meaning of dynamic lift? It is the force acting on the body. It is the force acting on the body, such as airplane wing.
airplane wing, airplane wing, airplane wing. It is the force that acts on a body such as, it is the force that acts on a body such as airplane wing, such as airplane wing, airplane wing, ചിറക് wing, hydrofoil, 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 or spinning ball, spinning ball, spinning ball, spinning ball. By virtue of its motion, 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 through a fluid, through a fluid, by virtue of its motion through a fluid. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് സ്പിന്നിംഗ് ബോളിലെ ഹൈഡ്രോഫോയിലെ ഡൈനാമിക്, അതുപോലെ തന്നെ എയറോപ്ലെയിൻ വിങ്ങിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയാ അപ്വേർഡ് പുഷിനെയാണ് ഈ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ എയർ. ഇങ്ങനെയാണ് എയർ പോകുന്നത് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ബോള്, ഈ ബോള് ഈ രീതിയിൽ സ്പിൻ ചെയ്യാം. സ്പിൻ ചെയ്യാന്ന് അറിയാലോ, സ്പിന്നറിന് അറിയാലോ, ക്രിക്കറ്റ് കളിക്കുന്ന അറിയാം. ഈ ബോളിന് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ സ്പിൻ ചെയ്ത് വിടും അല്ലെ. എന്തിനാ സ്പിന്നിങ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചിലര് സ്പിന്നേഴ്സ് എന്താ ചെയ്യാ? അപ്പൊ അത് എങ്ങനെയാണ് ഈ ബെർണോളിസ് തിയറം നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇതിന്റെ വെലോസിറ്റി v ആണ്, സ്പിന്നിങ് ബോൾ എന്ന് പറയുന്നത് u ആണ് വിചാരിക്കും. ഈ ഭാഗത്ത്, ഈ മോൾ ഭാഗത്ത് ഇതിന്റെ ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? v മൈനസ് u ആയിരിക്കും അല്ലെ. റിലേറ്റീവ് വെലോസിറ്റി, എയർ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, സ്പിന്നിങ് ബോള് ഇങ്ങനെ സ്പിൻ ചെയ്യാണ്, ഇത് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് സ്പിൻ ചെയ്യുന്നത് വിത്ത് എ വെലോസിറ്റി u. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ബോൾ വിൽ ബി v മൈനസ് u. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ ചാപ്റ്ററിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് എങ്ങനെയായിരിക്കും? ഇവിടെയാണെങ്കിൽ താഴെ ഭാഗത്ത് എയറിന്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലും ബോള് സ്പിൻ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വിത്ത് വെലോസിറ്റി u. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോൾ v മൈനസ് u വരും. സോ ദ ടോട്ടൽ വെലോസിറ്റി വിൽ ബി v പ്ലസ് u വരും. സോ ഇവിടെ ടോട്ടൽ വെലോസിറ്റി v മൈനസ് u ആണ്, ഇവിടെ ടോട്ടൽ വെലോസിറ്റി v പ്ലസ് u ആണ്. കാരണം ഇവിടെ രണ്ടിടത്തും ഡയറക്ഷൻ വ്യത്യാസമുള്ളത് ഇങ്ങനെ സ്പിൻ ചെയ്യുന്നത്. അപ്പൊ നോക്കി, ടോട്ടൽ വെലോസിറ്റി ഈസ് മോർ ഇൻ ദ ലോവർ പാർട്ട് അല്ലെ. ഇവിടെ വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ എങ്ങനെയായിരിക്കും? പ്രഷർ കുറവായിരിക്കും. ഇവിടെ പ്രഷർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. പ്രഷർ കൂടുതൽ ഉള്ളിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്കാണ് എന്ത് ചെയ്യുക? ട്രാവൽ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബോള് ഇങ്ങനെ ഒരു പോർഷൻ, അതായത് ഈ ഒരു മോഷനിൽ താഴേക്ക് കറക്റ്റ് ആ സ്റ്റമ്പിലൊക്കെ കൊള്ളുന്ന കണ്ടിട്ടില്ലേ സ്പിൻ ചെയ്തിട്ട്. അപ്പൊ സ്പിന്നേഴ്സിന് അറിയാൻ പറ്റും അവര് ഏത് രീതിയിൽ സ്പിൻ ചെയ്താലാണ് ഇത് കറക്റ്റ് വിക്കറ്റ് ആവുന്നത് എന്നുള്ളതൊക്കെ അവർ ആ സ്പിൻ ചെയ്യുന്നതനുസരിച്ച്. നമ്മുടെ സയൻസിൽ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയാണ് സ്പിന്നിങ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് റെഡി ആകുന്നത്. ഇതാണ് അതിനകത്ത് ഫോർമേഷൻ. സോ അത് ഒരു ആപ്ലിക്കേഷനാണ് ബെർണോളിസ് തിയറി. പിന്നെ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില് എയറോപ്ലെയിൻ വിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. എയർപ്ലെയിൻ വിങ്ങിന്റെ വിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദി എയറോപ്ലെയിൻ വിങ്. ഇവിടെ വെലോസിറ്റി കൂടുതലും ഇവിടെ വെലോസിറ്റി കുറവുമാണ്. അതായത് മോൾ ഭാഗത്ത് വെലോസിറ്റി കൂടുതലും, കാരണം ഇവിടെ കൂടുതൽ ഡിസ്റ്റൻസ് എയറിനെ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ക്രോസ് സെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് എയറിന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരും, അതായത് വെലോസിറ്റി കൂടുതലായിരിക്കും. ഈ ഭാഗത്ത് വെലോസിറ്റി, താഴെ ഭാഗത്ത് വെലോസിറ്റി കുറവായിരിക്കും.
വെലോസിറ്റി കുറവെന്ന് പറയുമ്പോൾ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെയാണെങ്കിലോ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ പ്രഷർ കൂടുതലുള്ളിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്കാണ് എന്തുണ്ടാവുക, ഒരു ലിഫ്റ്റിംഗ് സംഭവിക്കുന്നത്. ഇതെല്ലാം എന്ത് തന്നെയാണ്, ഡൈനാമിക് ലിഫ്റ്റ്. ഓൾ ദീസ് ആർ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം. അപ്പോൾ ബെർണോളിസ് തിയറം സ്റ്റേറ്റ്മെന്റ്, ഇക്വേഷൻ, ആപ്ലിക്കേഷൻ, ഫിനിഷ്. ഇതിന്റെ ഈ സ്പിന്നിങ് ബോളിന്റെ കേസിൽ അത് മാഗ്നസ് ഇഫക്റ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. അതിങ്ങനെ സ്പിൻ ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ മാറുന്നതിന് മാഗ്നസ് ഇഫക്റ്റ് എന്നും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് എന്തായാലും നോക്കിക്കോ. ക്വസ്റ്റ്യൻ ചോദിക്കും. ബെർണോളിസ് തിയറം സ്റ്റേറ്റ്മെന്റ്, ആപ്ലിക്കേഷൻ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സർഫസ് ടെൻഷൻ, സർഫസ് എനർജി. സർഫസ് ടെൻഷൻ, സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനോമിനൻ ഓർ ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫ്ലൂയിഡ്. ഫ്ലൂയിഡിന് മാത്രം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയാൻ പറ്റില്ല, ലിക്വിഡിന് മാത്രം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഗ്യാസസിന് ഫ്രീ സർഫസ് ഇല്ല, എല്ലാം ഫ്രീ സർഫസ് ആണല്ലോ. അങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു വെച്ചിട്ട് അങ്ങനെ ഒരു ഫ്രീ സർഫസ് ഇല്ല. അതേസമയം ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ, ഇപ്പോൾ ലിക്വിഡാണ് ഞാനൊരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ലിക്വിഡ് വിൽ ഹാവ് എ ഡെഫിനിറ്റ് വോളിയം ആൻഡ് ഡെഫിനിറ്റ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലൂയിഡ്, ഈ ലിക്വിഡിന്റെ 3 ഭാഗത്തുള്ള മോളിക്യൂൾസിന്റെ ഇന്ററാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ കൺസിഡർ എ മോളിക്യൂൾ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ലിക്വിഡ്. ലിക്വിഡിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ മോളിക്യൂൾ ഇന്ററാക്ഷൻസ് ഉണ്ടാവും ഇവിടെ. ഈ ഒരു മോളിക്യൂൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലെ, ഫ്രം വൺ മോളിക്യൂൾ ടു ദി അതർ, അല്ലെങ്കിൽ ഫ്രം വൺ മോളിക്യൂൾ ടു ദി അതർ മോളിക്യൂൾ സറൗണ്ടിങ് ദിസ് മോളിക്യൂൾ, റൈറ്റ്? സോ ദ നെറ്റ് ഫോഴ്സ് വിൽ ബി വാട്ട്? നെറ്റ് ഫോഴ്സ് വിൽ ബി 0. കറക്റ്റ്? കാരണം ഇത് എല്ലാ ഡയറക്ഷനിലേക്ക് ഇന്ററാക്ഷൻ വരുന്നത് കൊണ്ട് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഇവിടെ ആണെങ്കിലോ പാർട്ട് ഓഫ് ദി മോളിക്യൂൾ ഈസ് നിയർ ടു ദ ഫ്രീ സർഫസ്. ഇതാണ് ഫ്രീ സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഫ്രീ സർഫസ്. അപ്പൊ ഫ്രീ സർഫസിന്റെ അടുത്തുള്ള ഒരു മോളിക്യൂൾ, ബട്ട് ഇറ്റ് ഈസ് സംവാട്ട് ഇൻസൈഡ്, ബട്ട് പാർട്ട് വിൽ ബി ഇൻ ഔട്ട്സൈഡ്. അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ ഇതിനൊരു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. താഴേക്ക് എന്ത് ചെയ്യാണ്, ഒരു പുള്ളിങ് നടക്കുകയാണ്, ശരിയല്ലേ? ഈ താഴേക്ക് ഈ മോളിക്യൂളിന് എന്ത് ചെയ്യാണ്, കൂടുതൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് താഴേക്ക് ഒരു ഡൗൺവേർഡ് പുള്ള് ഈ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് ഇറ്റ് എക്സ്പീരിയൻസ് എ ഡൗൺവേർഡ്. And what about this condition? If the molecule is completely on the surface of the liquid, what happens? Then also the downward pull will be more than this condition. In condition layer downward pull എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ if you want to move one molecule from inside to the surface, we need to do some work, അല്ലേ? ഇവിടെ നിന്ന് എനിക്ക് ഈ ഒരു സർഫസിലേക്ക് ഒരു മോളിക്യൂളിനെ കൊണ്ടുപോകണമെങ്കിൽ we need to do some work against the downward pull.
അല്ലെ ഇവിടെ ഒന്ന് നെറ്റ് ഫോഴ്സ് ഒക്കെ 0 ആണ്, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഫ്ലൂയിഡ് ഒരു മോളിക്യൂളിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് മച്ച് വർക്ക് വിൽ ബി സ്റ്റോർഡ് ആസ് ഇഫ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ മോളിക്യൂളിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയയിൽ ആണ് നമ്മൾ പറയുന്നത് സർഫസ് എനർജി എന്ന്. എന്താ പറയും? സർഫസ് എനർജി. സോ വാട്ട് ഈസ് സർഫസ് എനർജി? In order to move one molecule from inside to the surface, we need to do some work against the downward pull of the molecule. So that much work will be converted into its potential energy. So the potential energy per unit area is called surface energy. മനസ്സിലായോ? സർഫസ് എനർജി എന്താണ്? ഇനി എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സർഫസിൽ ഇതിന് ഫോഴ്സ് കൂടുതലായിരിക്കും എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് ഒരു ഡൗൺവേർഡ് പുള്ള് കൂടുതലായിട്ട് ഈ ഭാഗം ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. എങ്ങനെ ആക്ട് ചെയ്യും? ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് വിളിക്കുന്നത്? സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഭാഗത്ത് എന്താണ്? എല്ലാത്തിനും ഇങ്ങനെ താഴേക്ക് എന്ത് ചെയ്യാണ്? ഇങ്ങനെ പുള്ള് ചെയ്യാണ്. ഡൗൺവേർഡ് പുള്ള് കൂടുതലാണ് ഈ ഭാഗത്തുള്ള മോളിക്യൂൾസ്. Okay, so due to that downward pull, the surface of the liquid will act like a stretched membrane. അതിനൊരു എക്സാമ്പിൾ ആണ് ചില പ്രാണികൾ വെള്ളത്തിലൂടെ ഇങ്ങനെ മേളിൽ കൂടി ഇങ്ങനെ നടന്ന് പോകുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇലയിൽ വെള്ളം എങ്ങനെ നിൽക്കുന്നത് ഒരു ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പ് അത് അറ്റൈൻ ചെയ്യുന്നത് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്? In order to decrease the area, so that നമ്മൾ എല്ലാവരും എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ we need stability, അല്ലെ? എല്ലാവർക്കും സ്റ്റെബിലിറ്റി വേണം. How do we get stability? By releasing our energy, right? നമ്മുടെ എനർജി, നമ്മുടെ ശരീരത്തിലുള്ള എനർജിനെ റിലീസ് ചെയ്യുമ്പോഴാണ് we become free, we become relaxing and we become stable. അതേപോലെ തന്നെയാണ് എല്ലാം. ഇവിടെ എന്ത് ചെയ്യാണ്? ഈ ലിക്വിഡ് സർഫസും സ്റ്റേബിൾ ആവാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടി എനർജി എന്ത് ചെയ്യാണ്? ഇങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർഫസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എനർജിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ഏരിയനെ മിനിമൈസ് ചെയ്യും. ഏരിയ മിനിമൈസ് ചെയ്യുമ്പോഴത്തേനും അത് സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് അറ്റൈൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അല്ലെങ്കിൽ എന്താണ്? ഈ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആക്ട് ലൈക്ക് എ സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു മോളിക്യൂളിനെ സർഫസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയനെയാണ് സർഫസ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് എഴുതിക്കുക 2 പോയിന്റ്. പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് സർഫസ് ടെൻഷൻ എന്താണ്? Property of the liquid by virtue of which it behaves like a stretched elastic membrane. Property of the liquid by virtue of which it behaves like a stretched elastic membrane. It behaves like a stretched elastic membrane with a tendency to contract. So as to have a minimum surface area. Is called the surface tension. So the property of the liquid by virtue of which it behaves like a stretched elastic membrane with a tendency to contract so as to have minimum surface area. Is called the surface tension. So surface tension denoted by the letter S, capital letter S, that is defined as force per
length, force per unit length, F by L. So the unit of surface tension is Newton per meter. Then dimension എന്ത് വരും? m t raised to minus 2 അല്ലേ വരിക? m t raised to minus 2. Dimension is m t raised to minus 2. So surface tension is force per unit length of the liquid. Force per unit length. Unit is Newton per meter. Dimension is m t raised to minus 2. Surface energy. At the heading. Surface energy. Potential energy per unit area. Potential energy per unit area. Surface energy means potential energy per unit area. ഈ സർഫസ് ടെൻഷനും സർഫസ് എനർജിയും എങ്ങനെയാണ് റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? സർഫസ് എനർജി മീൻസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ. സോ കൺസിഡർ rectangular film A, B, C, D. എ ബിയുടെ ലെങ്ത് L ആയിട്ടാണ് കൊടുത്തിരുന്നത്. എ ബിയുടെ ലെങ്ത് L. So after some time we are stretching this surface AB to A dash B dash. A dash B dash എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിനെ സ്ട്രെച്ച് ചെയ്യാം. So surface tension can be written as S equal to F by L ആണ്. ഇവിടെ രണ്ട് സർഫസ് ഉണ്ട്. ഒന്ന് ഈ സർഫസ്, പിന്നെ ഇതിന്റെ അപ്പുറത്തെ, അതായത് ഇതിന്റെ ബാക്ക് സർഫസ്. അതുകൊണ്ടാണ് എഫ് ഡിവൈഡഡ് ബൈ 2L എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ട് സർഫസ് കൺസിഡർ ചെയ്യണം. ഒന്ന് ഇതും പുറത്തുള്ളത്. സോ എഫ് ബൈ 2L. ഇതിനകത്ത് എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു 2L ഇൻറ്റു എഫ് ഇസ് ഈക്വൽ ടു 2L ഇൻറ്റു എഫ്. അടുത്ത പോയിന്റ് എ ബി ഈസ് പുൾഡ്. എ ബി ഈസ് പുൾഡ് ടു എ ഡിസ്റ്റൻസ് ഡി ആയിട്ടാണ് കൊടുക്കുന്നത്. അല്ല, എക്സ് ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് പുള്ള് ചെയ്യാണ്. അതായത് ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. എ ബി ഈസ് പുൾഡ് ടു എ ഡിസ്റ്റൻസ് എക്സ് ടു പൊസിഷൻ എ ഡാഷ് ബി ഡാഷ്. എ ബി എന്ന് പറയുന്ന സർഫസ് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക്, അതായത് ഡിസ്പ്ലേസ്മെന്റ് എക്സ് വരുന്ന രീതിയിൽ ഇത് പുള്ള് ചെയ്യാം. എ ബി ഈസ് പുൾഡ് ടു എ ഡിസ്റ്റൻസ് എക്സ് ടു എ പൊസിഷൻ എ ഡാഷ് ബി ഡാഷ്. So we need to do some work for that. Work done is equal to force into displacement. So force into displacement is x, right? So F is equal to 2LS into x, right? Force in the equation കൊണ്ടത് ഇവിടെ കൊടുക്കും. So 2LS into x. ഈ ചെയ്യുന്നത് 2S into ഇവിടെ വെച്ച് തന്നെ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. കാരണം വർക്ക് ഡൺ തന്നെയാണല്ലോ എന്ത് പൊട്ടൻഷ്യൽ എനർജി ആവുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 2LS into x എന്ന് കൊടുക്കാം. 2LS into x. Then surface energy can be written as surface energy equal to potential energy by area.
Potential energy per unit area is surface energy. So, this potential energy की वजह से हमको 2LSX divided by area എന്ന് പറയുമ്പോഴത്തേനും രണ്ട് സർഫസ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് LX ആണ്, പക്ഷേ മൾട്ടിപ്ലൈ അപ്പൊ എന്ത് വരും? S എന്ന് വരും. സോ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും? സർഫസ് എനർജി ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ. സർഫസ് എനർജി ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. രണ്ട് സർഫസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ 2 കൊടുത്തത് കേട്ടോ. F divided by 2L. സർഫസ് ടെൻഷൻ ഈക്വൽ ടു F divided by 2L. From this F is equal to 2L into surface tension. AB എന്ന് പറയുന്ന സർഫസ് we are pulling the surface to a displacement x to a new position A dash E dash. So work done in that condition is force into displacement. Force in vara 2LSAT into x. So this much work done is actually the potential energy. So 2LS into x same then work done equal to potential energy. Surface energy equal to potential energy by area ആണ്. ഈ ഒരു expression divided by area. Area is 2LX. So surface energy equal to രണ്ടും cancel ചെയ്ത് പോയിട്ട് surface tension എന്ന് കിട്ടും. So surface energy is equal to surface tension. Surface energy is equal to surface tension. A problem. A U-shaped wire is dipped in a soap solution. A U-shaped wire is dipped in a soap solution. A U-shaped wire is dipped in a soap solution and removed. ഒരു സോപ്പ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് റിമൂവ് ചെയ്ത് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. സോപ്പ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് യു ഷേപ്ഡ് വയറാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു ഫിലിം, സോപ്പ് ഫിലിം ഉണ്ടാവില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. The thin soap film formed between the wire and a light slider supports a weight of so അങ്ങനെ ഉണ്ടായ ഒരു സോപ്പ് ഫിലിമിന് ഒരു വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാവല്ലോ. ദാറ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു 1.5 into 10 raised to minus 2 Newton. അത്രയും വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. 1.5 into 10 raised to minus 2 Newton. The length of the slider is 30 centimeter. Newton. The length of the slider is 30 centimeter. What is the surface tension of the film? Length of the slider is 30 centimeter. What is the surface tension of the film? Force due to surface tension. Force due to surface tension equal to 2L into S. ഈ ഇക്വേഷൻ തന്നെയാണ്. രണ്ട് സർഫസ് എന്ന് പറയുമ്പോൾ അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നതുകൊണ്ടാണ് 2 എടുത്തത്. 2L into S. So force due to surface tension is equal to 2L into S. 2L into S വരും. പിന്നെ so this force balances what? This force balances the weight, അല്ലേ? The weight of the slider. So 2LS can be equated to weight of the slider. From this expression we can write S is equal to W divided by 2L.
S is equal to W divided by 12. W is weight 1.5 into 10 raised to minus 2 divided by 2 into 30 into 10 raised to minus 2 meter ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 10 raised to minus 2 ക്യാൻസൽ ചെയ്തു. 15 into 2 ആണ് 30 വരുന്നത്. 0.1 divided by 4 എന്ന് വരും. 1/4 എന്ന് പറയുമ്പോൾ 0.25 ഇവിടെ 0.025 0.025 എന്ന് വരും. Which is equal to ടെക്സ്റ്റിൽ ആൻസർ 2.5. ഈ പോയിന്റ് രണ്ട് പ്ലേസ് റൈറ്റിലേക്ക് നീങ്ങുമ്പോൾ 2.5 into 10 raised to minus 2 surface tension Newton per meter. 2.5 into 10 raised to minus 2 Newton per meter. അടുത്തൊരു ചെറിയൊരു ടോപ്പിക്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ത് പറ്റി? ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സിമ്പിൾ ടോപ്പിക്കാണ്. ഡെഫിനിഷൻ ഇരിക്കുക. ആംഗിൾ ഡെഫിനിഷൻ: the angle between the tangent to the liquid surface The angle between tangent to the liquid surface at the point of contact and solid surface inside the liquid is known as angle of contact. Angle of contact. But diagram വരച്ചു. അതായത് ഈ ബന്ധം വരച്ചിരിക്കുന്ന ഈ ടാൻജന്റ് അത് ലിക്വിഡുമായിട്ട്, അതായത് ഈ ആംഗിൾ അല്ല, ഇൻസൈഡ് ദ ലിക്വിഡ്, ഈ ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇത് ലിക്വിഡിന്റെ സർഫസ് ആണ് ഈ ഉദ്ദേശിക്കുന്നത്. സ്ഫെറിക്കൽ ബബിൾ, സ്ഫെറിക്കൽ ഡ്രോപ്പ്. ഇത് ടാൻജന്റ് വരച്ചിരിക്കുന്നത് the angle between these inside the liquid is angle of contact. ഇത് വേറെ രീതിയിൽ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. The angle between tangent to the liquid surface at the point of contact and solid surface inside the liquid. Solid surface inside the liquid എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. Inside the liquid is called the angle of contact. ഇത് പഠിപ്പിച്ചൊക്കെ ഒന്ന് നോക്കിക്കോ.